പഴയങ്ങാടിയിൽ നിന്നുള്ള വിവരങ്ങളുമായി ഷാരിമ ചേരുന്നുണ്ട്. ഷാരിമ, വോട്ടെടുപ്പ് സുഗമമായി തന്നെ ആദ്യ മണിക്കൂർ പിന്നിടുമ്പോൾ പുരോഗമിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പഴയങ്ങാടിയിൽ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? വോട്ടിംഗ് മെഷീൻ തകരാറിലായത് ഉൾപ്പെടെയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അവിടെ നിന്ന്? അർജുൻ, ഈ ആദ്യ മണിക്കൂർ പിന്നിടുകയാണ്. ഇന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടമാണ്. നമുക്ക് അറിയുന്നത് പോലെ തന്നെ തൃശ്ശൂർ മുതൽ കണ്ണൂർ വരെയുള്ള വിവിധ ജില്ലകളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ പഴയങ്ങാടി മേഖലയുടെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ കല്ലേശ്ശേരി ബ്ലോക്കിലെ 8 പഞ്ചായത്തുകളിലായാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അർജുൻ സൂചിപ്പിച്ചതുപോലെ വോട്ടിംഗ് യന്ത്രം തകരാറിലായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഗവൺമെന്റ് ITI മാടായി ഗവൺമെന്റ് ITIയിലെ പോളിംഗ് ബൂത്തിലാണ് ഏകദേശം 45 മിനിറ്റോളം വോട്ടെടുപ്പ് വൈകിയിട്ടുണ്ട്. നിലവിൽ തകരാർ പരിഹരിച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇന്ന് പ്രവൃത്തി ദിവസമാണ്. രാവിലെ മുതൽക്ക് തന്നെ എല്ലാ പോളിംഗ് ബൂത്തുകൾക്കും മുന്നിലും വലിയൊരു നീണ്ട നിര തന്നെ അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ പോളിംഗ് ബൂത്തിലും ഗവൺമെന്റ് ITIയിൽ ഉണ്ടായ പോളിംഗ് ബൂത്തിലും രാവിലെ മുതൽക്ക് തന്നെ വലിയൊരു തിരക്കുണ്ടായിരുന്നു. വേഗം വോട്ട് ചെയ്ത് മടങ്ങാമെന്ന ഉദ്ദേശത്തിലാണ് വോട്ടർമാർ വന്നിരുന്നത്. എന്നാൽ ഈ വോട്ടിംഗ് യന്ത്രം തകരാറായതിനെ തുടർന്ന് ഏകദേശം 45 മിനിറ്റോളം ഈ വോട്ടെടുപ്പ് വൈകുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ നിലവിൽ ഈ ഒരു പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ജില്ലയിൽ 1025 പ്രശ്നബാധിത ബൂത്തുകളാണുള്ളത്. പഴയങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം 19 പ്രശ്നബാധിത ബൂത്തുകളാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ മറ്റ് പഞ്ചായത്തുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ചെറുകുന്ന്, കണ്ണപുരം പഞ്ചായത്തിൽ നിലവിൽ 6 വാർഡുകളിൽ എതിരില്ലാതെ LDF സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വാർഡുകളിൽ നിലവിൽ വോട്ടെടുപ്പ് നടക്കില്ല. അതായത് നേരത്തെ അറിഞ്ഞ വിവരം അനുസരിച്ച് ഈ വോട്ടെടുപ്പ് നടക്കാത്ത വാർഡുകളിൽ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് വോട്ടെടുപ്പ് നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്ന വിവരം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ കല്ലേശ്ശേരി ബ്ലോക്കിന്റെ കീഴില് 142 വാർഡുകളാണ് വരുന്നത്. അതിൽ 191 പോളിംഗ് ബൂത്തുകളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ കല്ലേശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ 15 ഡിവിഷനുകളിൽ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. നിലവിൽ എല്ലായിടത്തും വോട്ടെടുപ്പ് സുഗമമായി നടക്കുന്നുണ്ടെങ്കിലും മാടായി പഞ്ചായത്തിന്റെ ഈ മാടായിയിലെ പോളിംഗ് ബൂത്തിലാണ് ഈ ഒരു വോട്ടിംഗ് യന്ത്രം തകരാറിലായത്. നിലവിൽ 8 പഞ്ചായത്തുകളിൽ, കല്ലേശ്ശേരി ബ്ലോക്കിലെ 8 പഞ്ചായത്തുകളിൽ 191 പോളിംഗ് ബൂത്തുകളിലും വോട്ടെടുപ്പ് ഇങ്ങനെ പുരോഗമിക്കുന്നുണ്ട്.